വാതിലടച്ചപ്പോൾ കുറച്ച് ശബ്ദം കൂടി എന്നുള്ള രീതിയിലൊരു ഒരു ഒരു റിപ്പോർട്ട് ഞങ്ങൾക്ക് അവിടുത്തെ സെക്യൂരിറ്റിയും അതുപോലെ അവിടുത്തെ മാനേജരും ഭരണസമിതിയിൽ വാതിലടച്ചത് ഭയങ്കര, കാരണം ആ വാതിലടയ്ക്കുന്ന ശബ്ദം കേട്ടിട്ട് വിശ്വനാഥൻ മെമ്പർ ഗണപതി അമ്പലത്തിൽ അവിടെ തൊഴുത് കഴിഞ്ഞിട്ട് അയാൾ ഈ ശബ്ദം കേട്ടിട്ട് അയാളും തിരിച്ചു വന്നിരുന്നു. എന്താണ് അയാൾ തിരിച്ചു വന്ന് എന്താ കാര്യം എന്ന് ചോദിച്ചത്, അതൊരു വലിയ അപരാധമായിട്ട് അയാളെ പോലുള്ളൊരു ഗുരുവായൂർ ദേവസ്വത്തിൽ ഭരണസമിതിയിൽ ഇത്രയും മാന്യമായിട്ട് പെരുമാറുന്ന, ഇത്രയും നല്ല രീതിയിൽ ഭരണകാര്യങ്ങളിൽ ഇടപെടുന്ന മറ്റൊരു മെമ്പറും ഇല്ല എന്ന് പറയാം. അത്രയും അങ്ങനെയുള്ള ആളാണ്. എന്നിട്ടിപ്പോൾ അയാൾ ആണ് എന്ത് ചെയ്യുന്നത്, ഇത് അയാൾക്ക് തൊഴാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. അയാൾ തൊഴുത് കഴിഞ്ഞിട്ട് അവിടുന്ന് പോയി കഴിഞ്ഞതാണ്. ആ രീതിയിലൊക്കെ വളച്ചൊടിച്ച് എന്ത് ചെയ്യുന്നു, അതിന് ഒരുപാട് പ്രചരണങ്ങൾ നടക്കുന്നു. അതൊക്കെ ആയിക്കോട്ടെ, അതെന്തോ പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നതിനൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, അവരുടെ ഒന്നും വായ്ക്ക് കൊട്ടയിടാനൊന്നും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. കാരണം അതങ്ങനെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ സംവിധാനമൊക്കെ. ഇപ്പോഴും ആർക്കും ആരെക്കുറിച്ചും എന്തും പറയാം എന്നുള്ളത്. വിശേഷിച്ചും ഗുരുവായൂർ ദിവസത്തെക്കുറിച്ചൊക്കെ ആണെങ്കിൽ, കുറ്റം പറയാനാണെങ്കിൽ ആർക്കും വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും പറയാം എന്നുള്ള ഒരു ഇതാണ്. അത് കഴിഞ്ഞ് രാമൻ നമ്പൂതിരിയെ ഞങ്ങളിവിടെ ഈ പരാതി കിട്ടിയപ്പോൾ എന്താണ് വാസ്തവം എന്നുള്ള രീതിയിൽ അറിയാൻ വേണ്ടിയിട്ട് ഭരണസമിതിയിലേക്ക് അദ്ദേഹത്തെ വിളിപ്പിച്ചു. അദ്ദേഹം ഇവിടെ വന്നു. അദ്ദേഹമായിട്ടിത് ഞാൻ തന്നെയാണ് അന്ന്, ഇവരാരുമല്ല സംസാരിച്ചത്. അദ്ദേഹത്തോട് വളരെ ബഹുമാനത്തോടു കൂടി തന്നെ ഞാൻ ഇവരോട് എല്ലാവരോടും, ഇനി എന്നെക്കാളിലൊക്കെ എത്ര പ്രായം കുറഞ്ഞവരാണെങ്കിലും ഇവിടുത്തെ പൂജാരിമാരായിട്ടുള്ള ഇവിടുത്തെ അമ്പലത്തിൽ പ്രവൃത്തി ചെയ്യുന്ന എല്ലാവരോടും വളരെ റെസ്പെക്റ്റോടു കൂടി സംസാരിക്കുന്ന ആളാണ് ഞാൻ. അത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഏതൊരാളോട് ചോദിച്ചാലും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, തിരുമേനി അറിഞ്ഞോ അറിയാതെയോ, തിരുമേനിന്ന് ഞാൻ വിളിക്കാറുള്ളൂ, തിരുമേനി അറിഞ്ഞോ അറിയാതെയോ ഒറ്റ വന്ന് വാതിലടയ്ക്കുമ്പോൾ കുറച്ച് അടച്ചു പോയിട്ടുണ്ടോ, തിരുമേനി ഒന്ന് ഓർത്തിട്ട് പറയൂ. ഇല്ല, അങ്ങനൊരു സംഭവമേ ഇല്ല. ബോധപൂർവമോ അബോധപൂർവമോ ആയിട്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് അറിയാം എന്നുള്ള രീതിയിലാണ്, അതിനെ കുറിച്ചൊന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്, താങ്കളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ഇല്ല, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ശരി, അതവിടെ അവസാനിച്ചു. ഇത്രയും ഇതായിട്ടുള്ള ഒരാളുടെ പേരിൽ ഇനി എന്ത് ചെയ്യണ്ട, അതൊരു ഇഷ്യൂ ആക്കിയിട്ട് കൊണ്ടുവരണ്ട എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു, ഞങ്ങളത് അവിടെ അവസാനിപ്പിക്കാനാണ് ഭരണസമിതി അന്ന് ആലോചിച്ചത്. ഇത് കഴിഞ്ഞ് തിരുമേനിയുടെ മട്ടും ഭാവമൊക്കെ മാറി. അദ്ദേഹം ഇവിടെ വെച്ച് തന്നെ ഈ ഹാളിൽ വെച്ചത്, ഇപ്പം ശ്രുതി ഇരിക്കുന്ന ആ കസേരയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് മെമ്പർമാരിയ്ക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്തുള്ള കസേരയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മട്ടും ഭാവമൊക്കെ മാറി. അല്ലെങ്കിലും കുറെ കാലമായി എന്നെ ഇങ്ങനെ അവമാനിക്കാനും അധിക്ഷേപിക്കാനാണ് ഭരണസമിതികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 14 പേരെ കള്ളസാക്ഷികളെ നിരത്തിക്കൊണ്ടാണ് കഴിഞ്ഞ തവണ എനിക്കെതിരായിട്ട് ആരോപണമായിട്ട് വന്നത്. ഇതൊക്കെ പറഞ്ഞ് ഇയാളങ്ങ് പൊട്ടിത്തെറിച്ച് വർത്താനം പറയുന്നു. ഇതൊന്നും ഞങ്ങൾ ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടൊന്നുമില്ല. ഞങ്ങൾ വാതിൽ കൊട്ടിയടയ്ക്കുന്ന ആ സംഭവത്തെക്കുറിച്ച് ഒരു നടപടി എടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഇതൊക്കെ കഴിഞ്ഞ് ഭരണസമിതിയിൽ ഇത്രയും ഇത് വന്നിട്ട് അതേ ഇത് തന്നെയാണ്, അതേപോലെ തന്നെ ഇപ്പോഴും എന്നെ കൊണ്ട് എന്താണ് കള്ളസാക്ഷികളെ നിരത്തിയിട്ട് എന്നെ അധിക്ഷേപിക്കാനും എൻ്റെ പേരിൽ നടപടി എടുക്കാനുമാണ് ഈ ഭരണസമിതിയും ശ്രമിക്കുന്നതെന്ന്. ഇത്രയും അധിക്ഷേപിച്ച് സാധാരണ രീതിയിൽ ഒരു തിരുമേനിമാരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഈ ഭരണസമിതിയെ മൊത്തം അധിക്ഷേപിച്ചിട്ടുള്ള അദ്ദേഹത്തെ എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? അത് കേട്ടിട്ട് പട്ടുമുളയും കൊടുത്താതിരിക്കുകയാണോ വേണ്ടത്? ഇതാണ് ഇപ്പോഴും എന്ത് ചെയ്യുന്നത്, ആ ഭരണസമിതിയിൽ ഇങ്ങനെ ഒരു വിശദീകരണം ചോദിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയ ആൾ ഇത്രയും മോശമായിട്ട് പെരുമാറിയതിൻ്റെ പേരിലാണ് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, അദ്ദേഹത്തെ ഇറക്കി നിർത്തിയത്. പോട്ടെ, ഇറക്കി നിർത്തി. സാധാരണ രീതിയിൽ ഇങ്ങനെ അമ്പലത്തിൽ ജോലി ചെയ്യുന്ന ആരായാലും, കീഴ്ശാന്തിമാരായാലും ആരായാലും അവർക്കൊക്കെ അതയാലും അറിയിക്കണ്ടേ? അതറിയിക്കേണ്ട വഴി എന്താണ്? അതിലൂടെ ഒരു സംവിധാനമുണ്ട്. ശാന്തിയേറ്റ നമ്പൂതിരിമാർ മുഖാന്തരാണ് ഇവർക്ക് എന്ത് ചെയ്യുക, ആ വിവരം അവരെ അറിയിക്കുക. ഈ മനുഷ്യൻ 90 ദിവസമായിട്ടും ആ കത്ത് പോലും ഇവിടെ നിന്ന് കൊടുത്തിട്ടുള്ള കത്ത് പോലും സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. നിങ്ങൾ അറിയണം, നിങ്ങൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ അറിഞ്ഞ് പെരുമാറുന്ന അല്ലെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിച്ച് പറയുന്ന ആൾക്കാരല്ലേ. എന്നിട്ട് ഇപ്പോൾ ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നു, അങ്ങോട്ട് നേതിച്ചോറ് കിട്ടാനില്ല, അങ്ങൊരു പട്ടിണി കിടക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ചാനലുകാരും സ്ഥാപിത താല്പര്യക്കാരും അവരൊക്കെ എന്ത് ചെയ്യുന്നു, ഗുരുവായൂർ ദിവസത്തിനെ കുറിച്ച്
പരമാവധി സഹിച്ച് ഇതുവരെ ഞങ്ങൾ എന്ത് ചെയ്തില്ല, അതിനെതിരായിട്ട് ഒരു ഇതും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തെ ഞാൻ പറയുന്നത്, അദ്ദേഹം പറഞ്ഞു എന്നല്ല പറയുന്നത്, അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചാനലുകാർ മുഴുവൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഭക്ഷണം കിട്ടുന്നില്ല. എന്തുകൊണ്ട്? അല്ല, അങ്ങനെയല്ല. ഒരു സാധാരണ രീതിയിൽ അയാള് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉപ്പും ചോറും തിന്ന് വളരുന്ന ജീവിക്കുന്ന ആളാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അയാൾക്ക് ഈ രീതിയിൽ എന്ത് ചെയ്യുന്നു, അയാളെ അമ്പലത്തിൽ കയറ്റുന്നില്ല. 90 ദിവസമായിട്ട് അയാളെ പട്ടിണിക്കുകയാണ്. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അയാൾക്ക് ഈ കത്ത് കൊടുത്ത് ആ കത്തിൽ അയാൾക്ക് പറയാനുള്ള, അയാളോട് ഒരു വിശദീകരണം ചോദിക്കുകയാണ് ചെയ്തത്. അത് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ഞാനല്ലേക്ക് ഒരു ജീവനക്കാരൻ, ഗുരുവായൂർ ദിവസത്തിൽ ഒരു ജീവനക്കാരൻ അയാളുടെ പേരിൽ ഒരു നടപടി എടുത്തിട്ട് അതിന്റെ ഒരു കത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ വാങ്ങിക്കില്ല എന്ന് പറഞ്ഞിട്ട് നടന്നു കഴിഞ്ഞാൽ അതെന്നെയാണ് പറയുന്നത്. കത്ത് തന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെയൊക്കെയല്ലേ പ്രചരണം നടക്കുന്നത്. കത്ത് കിട്ടിയില്ല, കത്ത് വാങ്ങിയില്ല എന്നുള്ളതാണ് വാസ്തവം. അടുത്ത ഘട്ടം അത് ഇത് കാരണം ഇയാൾ വാങ്ങിക്കും പ്രതീക്ഷ, ഇങ്ങനെ വാങ്ങിയിട്ടില്ലെങ്കിൽ അതിന്റെ ഒരു അടുത്ത ഘട്ടം ഇത് ചെയ്യും. അങ്ങനെ 2 പ്രാവശ്യം കൊടുത്തു. അടുത്ത നമ്മൾ രജിസ്റ്റേർഡ് അയക്കാൻ തീരുമാനിച്ചു. അതിനടുത്ത വട്ടം അതും വാങ്ങിയില്ലെങ്കിൽ ഒട്ടിക്കും. ഇതിന് 2 വട്ടം പുള്ളിയെ കൊടുത്ത് നിങ്ങളൊരു കാര്യം ചെയ്യണമല്ലോ, ഈ കൊടുത്തു വിട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഈ ശാന്തിയായിട്ട് നമ്പൂരോട് ചോദിച്ചാൽ മതിയായിരുന്നു. നിങ്ങൾ ചോദിക്കുക, പുള്ളി ഫോണിൽ ബന്ധപ്പെട്ടോ നേരിട്ട് ബന്ധപ്പെട്ടോ കയറി പോരുന്നു. അല്ല, അപ്പൊ അടുത്ത നടപടിയിലേക്ക് അങ്ങനെ പിരിച്ചുവിടോ, ഡിസ്മിസ് ചെയ്യോ, സസ്പെൻഡ് ചെയ്യോ? ഇനിയിപ്പോ അതിനെ സസ്പെൻഡ് ചെയ്യും, അല്ല സസ്പെൻഷൻ മാറ്റിയിട്ട് ഡിസ്മിസിലാക്കണം എന്നാണോ നിങ്ങളുടെ അഭിപ്രായം? അതെ, അത് അതിനനുസരിച്ചുള്ള, അതായത് ദേവസ്ഥയിലെ ചില മെമ്പർമാര് ഞാൻ കമ്മിറ്റി മെമ്പർ ആയിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തെ അമ്പലത്തിനകത്ത് കേറ്റില്ല എന്ന് പുറമെ പറയുന്നതുകൊണ്ട്, ഈ മുമ്പ് പറഞ്ഞ പോലെ തന്നെ പറയുന്നതുകൊണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാലമല്ലോ ഇത്. ഞാൻ അല്ലല്ല, അങ്ങനെയുള്ള കാലമൊന്നുമല്ല. ഇത് രണ്ടും കേൾക്കണം നമ്മള്. കാരണം നമുക്ക് ഇപ്പൊ എനിക്ക് ചെയർമാൻ എന്നുള്ള രീതിയിൽ എനിക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്നുകൊണ്ടേ ഇതിനെക്കുറിച്ച് ചിന്തിക്കാനും പറയാനും ഒരു തീരുമാനിക്കാനും പറ്റുള്ളൂ. പക്ഷേ അവസാനം അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ആ കത്ത് സ്വീകരിച്ചു, ഇവിടുന്ന് കൊടുത്ത ആ നോട്ടീസ് സ്വീകരിക്കുകയും അതിനൊരു മറുപടി തരികയും ചെയ്തിട്ടുണ്ട്. ഇനി അതാണ് ലേറ്റസ്റ്റ് പൊസിഷൻ. ഇനി ആ മറുപടിയുടെ അടിസ്ഥാനത്തിൽ എന്തുണ്ടാവും, അതിനകത്ത് സാധാരണ നോർമലായിട്ടുള്ള സാധാരണ പാലിക്കേണ്ടതായിരിക്കുന്ന ചില നിയമ നടപടികളും ചില മര്യാദകളും പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അതില്ലാതെ എന്ത് ചെയ്യുന്നു, ഗുരുവായൂർ ദേവസ്വത്തെ ഇത്രയും ഇകഴ്ത്തുന്ന രീതിയിൽ പ്രചരണമൊക്കെ നടന്നിട്ടും ഇതൊന്നും ഞാൻ അറിയുന്നില്ല, ഇതൊന്നും എൻ്റെ കുറ്റമല്ല എന്നുള്ള രീതിയിൽ നടക്കുന്നുണ്ടല്ലോ. രാമൻ നമ്പൂരി അങ്ങനെയുള്ള ആളൊന്നുമല്ല. ഈ സമൂഹത്തിൽ നമ്മളോട് എല്ലാവരോടും ഇത് ചെയ്യുന്ന ആളാണ്. പെരുന്തട്ട അമ്പലത്തിൽ നടപ്പര സമർപ്പണത്തിന് ഞാൻ പോയപ്പം അന്നേരം അദ്ദേഹം അവിടെ ഉണ്ട്. ഞാനാണ് സമർപ്പണം ഇത് ഉദ്ഘാടനം ചെയ്തതും സമർപ്പണം നടത്തിയതും. അന്നേരം അദ്ദേഹം ഉണ്ട്. താമാനൊരക്ഷരം എന്നോട് അദ്ദേഹം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഇനി ഇതിൽ ഉണ്ടായില്ല. സാധാരണ രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 4 കൊല്ലമായിട്ട് അറിയാം, ഗുരുവായൂർ ദിവസത്തിൽ ആരെങ്കിലും പേരിൽ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ചെയർമാൻ ഒന്ന് കണ്ടിട്ടൊന്ന് പറഞ്ഞോളൂ കേട്ടോ, ഒന്ന് പറഞ്ഞു നോക്കിയാൽ ഒന്ന് പറയൂ. കാരണം അദ്ദേഹം അങ്ങനെയുള്ളത് പറഞ്ഞാൽ കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുന്ന ആളാണ് എന്ന് ഉള്ള ഒരു നല്ല പേരോന്നറിയില്ല, ചീത്ത പേരോന്നറിയില്ല, അതെനിക്ക് ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇതുവരെ ആ മനുഷ്യൻ എൻ്റെ അടുത്ത് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ട് ചോദിക്കണോ, തിരുമേനി എന്താ ഇങ്ങനെയൊക്കെ വാർത്ത കേൾക്കുന്നുണ്ടല്ലോ എന്നുള്ളത്? വളരെ ധിക്കാരപരമായിട്ടുള്ള ഇതൊന്നും ഒരു ഗുരുവായൂരപ്പന്റെ സേവനം നടത്തുന്ന ഒരാൾക്കും, ചെയർമാനായാലും ഇനി കീഴ്ശാന്തി ആയാലും മേശാന്തി ആയാലും തന്ത്രി ആയാലും ഒരാൾക്കും എന്ത് ചെയ്യാം, ഒരാളും ചെയ്യാൻ പാടില്ലാത്ത, ഒരാളും കൊണ്ടുനടക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള ഇതാണ് അയാളുടെ ഭാഗത്തുനിന്നുണ്ടായത്. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഇതിൽ നിന്ന് ഒരു മറുപടി കിട്ടിയിട്ടുണ്ട്. അയാൾ അത് സ്വീകരിച്ചു, ഒരു മറുപടി കിട്ടിയിട്ടുണ്ട്. അതിലൊരു യുക്തമായ തീരുമാനം ഭരണസമിതിയുടെ ഭാഗത്തുനിന്നുണ്ടാവും, അതിന് പരിസമാപ്തി ഉണ്ടാവും. കാരണം ഇതുവരെ ഗുരുവായൂർ ദിവസത്തിൽ ഒരാളെയും എന്ത് ചെയ്തിട്ടില്ല, ഒരാളുടെയും കണ്ണീര് വീഴ്ത്താനോ അങ്ങനെയുള്ള ഇതൊന്നും ഉണ്ടായില്ല. പക്ഷേ ഒരാവശ്യമില്ലാതെ എന്ത് ചെയ്യുന്നു, നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകരിൽ തന്നെ കുറെ ആൾക്കാരാണ്
ഈ പാവം വിശ്വനാഥനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിട്ടുള്ള വിശ്വനാഥനെ കുറിച്ച് എന്തൊക്കെ അധിക്ഷേപങ്ങളാണ് ചൊരിഞ്ഞത്. അദ്ദേഹത്തെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും അവർക്ക് തൊഴാൻ വേണ്ടിയിട്ട് അനുവാദം കൊടുത്തില്ല, അതിനുവേണ്ടി കാത്തു നിന്നില്ല എന്നുള്ളതിന്റെ പേരിലാണ് എന്ന് പറഞ്ഞു. അത് പോട്ടെ, അതൊരു വാർത്തയായിട്ടാണ് വന്നു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ താഴെ ഇടുന്നതായ കമന്റ്സ് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ സത്യം അറിയിക്കുന്ന സാധാരണ രീതിയിൽ ആ കമന്റ്സ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഛർദ്ദിക്കാൻ വരും. അത്രയും മോശമായിട്ടുള്ള കമന്റ്സ്. അത്രയ്ക്കൊന്നും മഹാഭാവമൊന്നും ആ മനുഷ്യൻ ചെയ്തിട്ടില്ല. ഈ കാര്യത്തിൽ അദ്ദേഹം ഇടപെട്ടിട്ടുമില്ല. ഇതൊരവസരം വരുമ്പോൾ നിങ്ങളോടൊക്കെ ഒന്ന് തുറന്നു പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നിപ്പോൾ തുറന്നു പറഞ്ഞു എന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും അതിനുള്ള കാരണം ഒരു എല്ലാ കാര്യങ്ങളും ആരുടെ കാര്യങ്ങളായാലും ഇപ്പോൾ നിങ്ങളുടെ ഒരു പ്രശ്നം പറഞ്ഞു, നിങ്ങൾക്ക് തൊഴാനുള്ള ഇത് സൗകര്യോട് നിങ്ങളോട് എന്താ ഞങ്ങളിപ്പോൾ പറഞ്ഞത്? നോക്കാതെ ഇടപെട്ടിട്ട് വേണ്ടത് ചെയ്യാന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. ആ രീതിയിൽ ഇവിടെ ഞങ്ങളുടെ മുന്നിൽ വരുന്ന ഏതൊരാളുടെ പ്രശ്നമാണെങ്കിലും വളരെ അനുഭാവപൂർവ്വം പരിഗണിക്കുക എന്നുള്ള ഇതാണ് നമ്മുടെ ഭാഗത്തുനിന്നുള്ളത്. അത് രാമനമ്പൂരിയുടെ കാര്യത്തിലും അതുതന്നെയാണ് ഭരണസമിതിയുടെ നിലപാട്. പക്ഷേ ഇതിൻ്റെയൊക്കെ പേരിൽ വേദന അനുഭവിച്ച ഈ വിശ്വനാഥൻ എന്ന് പറയുന്ന മെമ്പർ ശരിക്കും പറയിച്ചു കഴിഞ്ഞാൽ രാമനമ്പൂരി അദ്ദേഹത്തെങ്കിലും ഒന്ന് കണ്ടിട്ട് എന്തെങ്കിലും ഒരു അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലുള്ള ഒരു ഖേദം ഭരണസമിതിയോടല്ല പറയേണ്ടത്, ആ മനുഷ്യനോടാണ് പറയേണ്ടത്. അതുപോലും ഇല്ല. നമ്മളൊക്കെ ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. അതിനകത്ത് നമുക്ക് എല്ലാവർക്കും എന്തുണ്ട്, കുറെ കൊള്ളാവുന്നതും കുറെ തള്ളാവുന്നതുമായിട്ടുള്ള എല്ലാ സവിശേഷതകളും നമ്മളിൽ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ എന്നാലും ഒരു ക്ഷേത്രത്തിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രചരണങ്ങൾ നടക്കുമ്പോൾ ഇതുകൊണ്ട് ഈ ചളിവാരി അറിയപ്പെടുന്നത് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഭരണസമിതി മാത്രമല്ല, ഗുരുവായൂരപ്പനെ സ്നേഹിക്കുന്ന നമ്മളടങ്ങുന്ന ഈ സമൂഹം, ഈ ഭക്തജന സമൂഹം ഉണ്ടല്ലോ, അവർക്ക് എല്ലാവരുടെ മേലുമാണ് ഈ ചളിവാരി എറിയുന്നത്. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.